തായ്വാൻ, ഹോങ്കോങ്, ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ കനത്ത നാശമാണ് സൂപ്പർ ടൈഫൂൺ രാഗസ വിതച്ചത്. കൊടുങ്കാറ്റിനൊപ്പം അതിശക്തമായ മഴയും പെയ്തു. കൊടുങ്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങൾ പ്രളയത്തിൻ്റെ പിടിയിലായി. തായ്വാനിൽ മഴക്കെടുതിയിൽ നിരവധി പേർ മരിച്ചു. ഇവിടെ മണിക്കൂറിൽ 165 മൈൽ വേഗതയിലാണ് കാറ്റ് വീശിയത്. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് വീട് നഷ്ടമായത്. തായ്വാനിൽ നിന്ന് കൊടുങ്കാറ്റ് ഹോങ്കോങ്ങിലേക്കാണ് എത്തിയത്. ചൈനയിലെ ഗാങ്ഡോങ് പ്രവിശ്യയിൽ മണിക്കൂറിൽ 150 മൈൽ വേഗതയിലാണ് കാറ്റ് വീശിയത്. ചൈനയിലെ ഷെൻഷൻ, ചാവോഷോ, സുഹായ്, ഡോങ്ഗുവാൻ, ഫോഷാൻ നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രാഗസ ഈ വർഷത്തെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. രാഗസയ്ക്ക് പിന്നാലെ ബുവാലോയ് എന്ന് പേരിട്ടിരിക്കുന്ന മറ്റൊരു കൊടുങ്കാറ്റ് പടിഞ്ഞാറൻ പസഫിക്കിൽ രൂപപ്പെട്ടു. ചുഴലിക്കാറ്റായി രൂപപ്പെട്ട് ഫിലിപ്പീൻസ് ദ്വീപായ ലൂസോണിലേക്ക് നീങ്ങി. മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. കൊടുങ്കാറ്റ് മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിലാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീശുന്നത്. കൊടുങ്കാറ്റിൽ മതിലുകൾ തകർന്നു വീഴുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. 3 പേർ മരിച്ചതായി ലൂസോൺ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്തുള്ള ബീക്കോൺ മേഖലയിലെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ആഴ്ച ചൈനയിലേക്കുള്ള യാത്രാമധ്യേ വടക്കൻ ഫിലിപ്പീൻസിൽ വീശിയടിച്ച സൂപ്പർ ടൈഫൂൺ രാഗസയിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. കൊടുങ്കാറ്റിനെ തുടർന്ന് രാജ്യവ്യാപകമായി 4 ലക്ഷം ആളുകളെ ഒഴിപ്പിച്ചതായി ഫിലിപ്പൈൻ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരവധി റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായി. കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ നശിച്ചു. ശനിയാഴ്ച പുലർച്ചെ ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ തിരിച്ചു കയറുന്നതോടെ ബുവാലോയ് വീണ്ടും ചുഴലിക്കാറ്റായി മാറുമെന്ന് ഫിലിപ്പൈൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.快给外派的同事打个电话。文学好匮乏呀！我操！他们在干嘛？哦。